നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചേട്ടൻ്റെ അമ്മയുടെ ഈ ഒരു സെറ്റ് സാരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം പോലും ഉടുത്ത് നോക്കാത്ത സാരിയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒരു 2000 ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെ ഒരു ബോർഡർ പല ഷെയ്ഡ്സിൽ കളേഴ്സിലൊക്കെ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്ന് കുഞ്ഞിനൊരു ചെറിയ ഉടുപ്പുണ്ടാക്കി കൊടുക്കാം. അങ്ങനെ എൻ്റെ പരിമിതമായ സ്റ്റിച്ചിങ് കഴിവ് ഉപയോഗിച്ചിട്ട് ഞാൻ 2 വയസ്സുള്ളൊരു കുട്ടിക്കുള്ള എലൈൻ ഫ്രോക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രോക്ക് എന്ന് പറയാനായിട്ട് ഇനിയും കുറച്ച് പരിപാടികൾ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോൾഡറിലെ സ്ട്രാപ്പും താഴത്തെ എഡ്ജും ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കലാപരിപാടികൾ നമുക്ക് ചെയ്ത് നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ക്രാഫ്റ്റ് ഷോപ്പിൽ പോയ സമയത്ത് ഫാബ്രിക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രയോൺസിൻ്റെ മോഡൽ ഒരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് മാത്രമല്ല സാധാരണ കാണാറുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ട്രയലും കൂടെ ചെയ്ത് നോക്കാമെന്നുള്ള രീതിക്കാണ് ഞാൻ ഇത് വെട്ടി ഒരു ഉടുപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കലാകാരനെയാണ് കളത്തിലോട്ട് ഇറക്കിയിട്ടുണ്ടായത് കേട്ടോ ഇപ്രാവശ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എംബ്രോയ്ഡറിയുടെ ഫ്രെയിമൊക്കെ വെച്ച് കൊടുത്തിട്ട് വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തേ. പക്ഷേ അത് വെച്ചിട്ട് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ഇളക്കി മാറ്റിയിട്ട് ഉള്ളിലോട്ടൊരു പേപ്പർ കയറ്റി വെച്ചതിന് ശേഷമാണ് വരയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ റെഡ് കളറാണ് തുമ്പിക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. വരയ്ക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വരച്ച് തീർക്കാവുന്ന സംഭവമേ ഉള്ളൂ. ക്രയോൺസും കൂടെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ നെക്കിൻ്റെ പോർഷനാണ്. അപ്പോൾ നമ്മൾ താഴെ മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്കിൻ്റെ പോർഷനിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച സമയത്താണ് നമ്മൾ കുറച്ച് ചെറിയ ഡോട്ട്സ് പോലെ എന്തെങ്കിലും കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് കഴുത്തിൽ കുറച്ച് ഡോട്ട്സ് പോലെ കളർഫുൾ ആയിട്ടുള്ള ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തുമ്പി ഇവിടെ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടല്ലേ ഇത് കാണാനായിട്ട്. താഴെ പച്ച വന്നുകൊണ്ടാണ് നമ്മൾ അവിടെ റെഡ് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്കിൻ്റെ പോർഷൻ ചെയ്യാണ്. അങ്ങനെ പല കളറിലുള്ള പല സൈസിലുള്ള ഡോട്ട്സ് ആണ് കേട്ടോ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെയ്ത് കൊടുത്തിട്ട് ഫൈനലി ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വന്നപ്പോൾ സമയത്തുള്ളൊരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇനി വരുന്നത് നമ്മുടെ അയണിങ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ചൂടിൽ അയൺ ചെയ്ത് കൊടുക്കണം. പേപ്പർ ഇട്ടിട്ട് വേണം അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അയൺ ചെയ്ത് ഇത് പേപ്പർ സമയത്തായിരിക്കും നമ്മുടെ ഫൈനൽ ലുക്ക് കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കണ്ട സമയത്ത് ഞങ്ങളുടെ കിളി പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തുമ്പിയെ 2 പോർഷനായിട്ട് മുറിച്ചെടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്തായാലും കാണാനൊക്കെ രസമുണ്ട്. കുഞ്ഞിന് ഇട്ട് കൊടുത്തപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.